الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷോർട്ട് ഹജ്ജ് പാക്കേജിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിലവിൽ സാധാരണ ഹജ്ജ് അപേക്ഷകർക്ക് ലഭിക്കുന്ന 40-45 ദിവസം വരെയുള്ള ദിവസങ്ങളാണ് നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ സൗദിയിൽ ലഭിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ ദിവസത്തേക്ക് 20 ദിവസം വരെ അനുവദിക്കുന്ന ഒരു പാക്കേജാണ് ഈ ഷോർട്ട് ഹജ്ജ് പാക്കേജ് കൊണ്ട് ഹജ്ജ് 2026 ഉദ്ദേശിക്കുന്നത്. അത്തരം അപേക്ഷകർ ആ അപേക്ഷയിൽ ആ ഓപ്ഷൻ ഷോർട്ട് ഹജ്ജ് പാക്കേജിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണ്, അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഈ വിഷയം പറഞ്ഞതാണ്, ഷോർട്ട് ഹജ്ജ് പാക്കേജ് ആയതുകൊണ്ട് പണം കുറയും, പൈസ കുറയും എന്ന ധാരണ ഉണ്ടാകരുത്. പൈസ കൂടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പണം കുറവല്ല, നമുക്ക് മതിയായ ലീവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരേണ്ട ദിവസം ആളുകളാണ്. അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ അപേക്ഷ എന്ന കാര്യം പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുന്നു. അതായത് പണം കുറയും എന്ന ധാരണ വെച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിക്കരുത്. ഇത് നമുക്ക് ഇന്ത്യയിലെ 7 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് മാത്രമേ ഈ ഷോർട്ട് ഹജ്ജിന്റെ അനുമതിയുള്ളൂ. അതും കൂടി ശ്രദ്ധിക്കുക. കേരളത്തിൽ നിന്ന് കൊച്ചി എംബാർക്കേഷനിൽ നിന്ന് മാത്രമേ ഇത് സൗകര്യം ലഭിക്കുകയുള്ളൂ. അതായത് ഷോർട്ട് ഹജ്ജ് പാക്കേജിന് അപേക്ഷിക്കുന്നവർ കൊച്ചിയിൽ നിന്നും പുറപ്പെടേണ്ടി വരും, കേരളത്തിൽ നിന്നാണെങ്കിൽ. മറ്റൊന്ന്, മദീനയിൽ 2 മുതൽ 3 ദിവസം വരെ പരമാവധി ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം. മറ്റൊന്ന്, അപേക്ഷകൾ ലഭിക്കുന്ന മുറക്ക് ആവശ്യമെങ്കിൽ ഒരു പരിമിതമായ ലിമിറ്റ് ചെയ്യേണ്ടി വന്നാൽ, അപേക്ഷകൾ കൂടുതലാണെങ്കിൽ അത് നറുക്കെടുപ്പിലൂടെയായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കും. നറുക്കെടുപ്പിലൂടെ വെയിറ്റിംഗ് ലിസ്റ്റിലും കൂടി ഉണ്ടാകും. ഈ ഷോർട്ട് ഹജ്ജ് പാക്കിന് തിരഞ്ഞെടുക്കപ്പെടാത്തവർ അവരെ നോർമൽ പാക്കേജിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റുകയും ചെയ്യും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ ഈ ഷോർട്ട് ഹജ്ജ് പാക്കേജിന് അപേക്ഷ സമർപ്പിച്ചു, പിന്നീട് എനിക്ക് മാറ്റണം എന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കൊടുത്തു, പിന്നീട് എനിക്ക് നോർമലിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ പിന്നീട് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹജ്ജിന് പാക്കേജിന് കൊടുക്കുന്നവർ പൂർണ്ണമായും അതിന് തയ്യാറാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കവറിലെ മുഴുവൻ ആളുകളും ആ പാക്കേജ് സെലക്ട് ചെയ്യണം. നമ്മൾ സാധാരണ അക്കോമഡേഷൻ കാറ്റഗറി ഒക്കെ കൊടുക്കും പോലെ തന്നെയാണ് ഷോർട്ട് പാക്കേജ് ആയി കഴിഞ്ഞാൽ ഒരു കവറിൽ 1 മുതൽ പരമാവധി 5 പേര് വരെയാണെങ്കിൽ എല്ലാവരും ആ പാക്കേജിന്റെ രീതിയിൽ ആയിരിക്കും അനുവദിക്കുക. കവറിനെ ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നർത്ഥം. അതായത് ഒരു കവറുള്ള എല്ലാവരും ഷോർട്ട് ഹജ്ജ് പാക്കേജ് ക്രമത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും ആ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ഹജ്ജ് അപേക്ഷ സമർപ്പിക്കുന്ന അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കും.